ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിന്ധു ഫാർമസി ബദാം ലേഹ്യം. ആരോഗ്യമുള്ള ജീവിതത്തിന് ആയുർവേദത്തിന്റെ പരിരക്ഷ. നമസ്കാരം. പാട്ടിൻ്റെ തീരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഒരു കൊച്ചു കൂട്ടുകാരിയായിരുന്നു. ഇത്തവണ അതിലും കൊച്ചൊരു കൂട്ടുകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പേര് ദിയ സുരേഷ്. ദിയയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ദിയ എവിടെ നിന്ന് വരുന്നു? ദിയ കൊയിലാണ്ടി. ആരൊക്കെയുണ്ട് വീട്ടിൽ? അച്ഛനും അമ്മയും ഞാനും. അച്ഛനും അമ്മയും മോളും അല്ലേ? ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഒന്നില്. സ്കൂൾ ഏതാ? ഇലാഹിയ ഇംഗ്ലീഷ് സ്കൂൾ. ഇലാഹിയ ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ. വേറെ ആരാ വീട്ടിൽ പാടുക? അമ്മ പാടും. അച്ഛൻ പാടുമോ? ഇല്ല. അമ്മയാണോ പാട്ട് പഠിപ്പിക്കുന്നത്? വേറെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? പഠിക്കാൻ പോകുന്നുണ്ട്. ആരുടെ അടുത്താണ് പഠിക്കുന്നത്? വാസുദേവൻ മാസ്റ്റർ അടുത്ത്. എവിടെ? കൊയിലാണ്ടി തന്നെയാണോ? ആണല്ലേ. പിന്നെ ദിയയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം ആരാന്ന്. ഹലോ. ആരാ വിളിക്കുന്നത്? ഷാനിൽ ഷാ. പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? കൊയിലാണ്ടി അല്ലേ? ദിയ അറിയോ? അറിയാല്ലേ. ആരാണ്? ഫ്രണ്ടാണോ? ക്ലാസ്മേറ്റാ? ക്ലാസ്സിലുള്ള ഫ്രണ്ടാണോ? ക്ലാസ്സിലത്തെ ഫ്രണ്ടാണോ? ആണല്ലേ. അപ്പൊ ദിയ ഇവിടെ പാട്ട് പാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഏത് പാട്ടാ കേൾക്കേണ്ടത്? കദളി വാഴ. അപ്പൊ എന്തായാലും പാടിത്തരും ദിയ. ഓക്കെ. ഷാനിൽ ഷാണ് വിളിച്ചത്. കദളി വാഴ എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടത്. മോള് പാടാൻ റെഡിയാണോ? റെഡിയാണ്. പാടാം നമുക്ക്. അപ്പോൾ കദളി വാഴ എന്ന സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ
വളരെ നന്നായിരുന്നു ദിയ, വളരെ നന്നായി പാടിട്ടോ. ആരാണ് ഈ പാട്ട് ആരാ പഠിപ്പിച്ചു തന്നത്? അമ്മ. അമ്മ. എല്ലാ പാട്ടും അമ്മയാണ് പഠിപ്പിച്ചിരുന്നത്? സെലക്ട് ചെയ്യുന്നതും അമ്മയാണ്? വഴക്കൊക്കെ പറയാറുണ്ടോ അമ്മ? ഇല്ല, ഇന്ന് വരെ വഴക്ക് പറഞ്ഞിട്ടില്ല? അടിക്കുകയില്ല? അച്ഛനും? ഇല്ല. അച്ഛനും അടിക്കില്ല? ഒരിക്കലും അടിച്ചിട്ടില്ല? അപ്പോൾ മോള് വളരെ നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. വഴക്കൊന്നും ഇടില്ല അല്ലേ വീട്ടിൽ? അതാണ് ആരും അടിക്കാത്ത. എല്ലാവരും നല്ല സന്തോഷത്തോടെ എപ്പോഴും. സ്കൂളിലോ? സ്കൂളിലും ഫസ്റ്റ് ആണോ സ്കൂളിൽ? സ്കൂളിൽ EVS മാത്രം ഞാനും മിസ്സും കൂടി ഒന്ന് ഉണ്ടാക്കിയത്. ഞാനും മിസ്സും കൂടെ ഒന്ന് ഉടക്കി? ഏത് മിസ്സാണ് ഉടക്കിയത്? EVS മിസ്സ് ഉടക്കിയോ? മിസ്സ് ചീത്ത പറഞ്ഞോ? മിസ്സ് പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ അടി കിട്ടുന്നതിന് വീട്ടിൽ പോയി പറയണമെന്ന്. വീട്ടിൽ പോയി പറയണമെന്ന്? അടി കിട്ടിയപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് വീട്ടിലാരും അടിക്കില്ലല്ലോ അല്ലേ? വീട്ടിലാരും അടിക്കില്ലല്ലോ, പിന്നെ സ്കൂളിൽ അടിച്ച EVSന്റെ നോട്ട് കൊണ്ടുപോയിട്ട്. അതാണോ? അതുകൊണ്ടാണോ അടിച്ചേ? അടിച്ചോ? പക്ഷെ അത് മോശമായിപ്പോയി അല്ലേ? ഇപ്പൊ പോട്ടെ, നമുക്ക് ക്ഷമിച്ചേക്കാം. ടീച്ചറല്ലേ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാൻ നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം, പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാണ് വിളിക്കുന്നത്? ശീതൾ. ശീതൾ ദിയയുടെ ഫ്രണ്ട് ആണോ? അതെ. അതെ അല്ലേ. ശീതൾ പാട്ട് പാടുവോ? പാടും. എന്നൊരു പാട്ട് പാടാമോ? രണ്ടുപേരി പാടാമോ? ഓർമ്മ വരുന്നുണ്ട് ഏതെങ്കിലും? എന്നാ പാടിക്കോളൂ, വേഗം പാടിക്കോളൂ. പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ, കേട്ടോ നീയുറങ്ങ് കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. വെരി ഗുഡ്. ശീതൾ നന്നായി പാടുണ്ടല്ലോ. ദിയയുടെ ഫ്രണ്ട് തന്നെയാ അപ്പൊ? ദിയ ഏത് പാട്ട് പാടുന്നത് ശീതളിന് ഇഷ്ടം? ഉജ്ജയിനിയിലെ ഗായിക. ശീതളിന് വേണ്ടി പാടാൻ റെഡിയാണോ? ദിയ പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ശീതൾ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ. ശീതൾ എവിടുത്തെ ഫ്രണ്ടാ? എൻ്റെ പാട്ട് ക്ലാസ്സിലെ ഫ്രണ്ടാണോ? അതാണ് രണ്ടുപേരും നല്ലപോലെ പാടുന്നത്. അപ്പോൾ ഉജ്ജയിനിയിലെ ഗായികയാണ് ശീതൾ പാടാൻ പറഞ്ഞത്. പാടാലോ അല്ലേ? അപ്പോൾ ദിയയുടെ ഉജ്ജയിനിയിലെ ഗായിക എന്ന സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഋതുധീമതയായി നൃത്തം വച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരിപുത്രിയായി തപസ്സിരുന്നു, അവൾ സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു.
ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. യുഗകൽപനയുടെ കല്ലിനു പോലും യുവഗായികയുടെ ദാഹങ്ങൾ ഒരു പുനർജന്മത്തിൻ ചിറകു നൽകി അവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ദിയ, പാട്ട് അടിപൊളിയായി. ശീതലിന് ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? പോയിട്ട് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ചോദിക്കാമോ? ഇനി എന്നാ പാട്ട് ക്ലാസ്? എന്നൊക്കെയാ പാട്ട് ക്ലാസ് ഉള്ളത്? ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ? ഞായറാഴ്ചയോ? ഞായറാഴ്ച പാട്ട് ക്ലാസ്. എന്താണ് പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്യാ ദിയ? ഡാൻസ് കളിക്കുമോ? പോലില്ല. പോയിട്ടില്ല? പഠിക്കാൻ പോണില്ല? ഇല്ല. അല്ലാതെ കളിക്കുമോ? അല്ലാതെയും കളിക്കില്ല. പിന്നെ വരയ്ക്കുമോ? വരയ്ക്കൊക്കെ ചെയ്യും. വരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യും? പാട്ടും വരയ്ക്കും. പിന്നെ പഠിക്കും. നന്നായി പഠിക്കും അല്ലേ? അത് മതി. പിന്നെ ആരാണ് ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ? ആരാ ക്ലാസ് ടീച്ചർ? പേരെന്താണ്? മീര. ടീച്ചറാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ടീച്ചർ ചീത്ത ഒന്നും അറിയില്ല. നല്ല ടീച്ചറാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ക്ലാസ്? ഐശ്വര്യ. അപ്പം നമുക്ക് അടുത്ത ആരാ കോൾ ചെയ്യണമെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. പാട്ടിന്റെ തീരത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഐശ്വര്യ. ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഐശ്വര്യാണോ? ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഐശ്വര്യാണോ വിളിക്കുന്നത്? ആണോ? ദിയ എങ്ങനെ സ്കൂളിലൊക്കെ നല്ല കുട്ടിയാണോ? ആണോ? നിങ്ങൾ തമ്മിൽ വഴക്കിടുവോ? ഇല്ല. ദിയ ഏത് പാട്ട് പാടുന്നതാ ഇഷ്ടം? കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ അല്ലേ? ദിയ പാടാമോ ഐശ്വര്യക്ക്? എന്തായാലും ദിയ പാടിത്തരും. ഐശ്വര്യ ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്തായാലും ദിയ പാടിത്തരും. ഓക്കെ ഓക്കെ, ബൈ. അപ്പം നമുക്ക് ഐശ്വര്യക്ക് വേണ്ടി പാടാം അല്ലേ? ഐശ്വര്യക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടല്ലേ കുഞ്ഞിറങ്ങും കൂട്ടിനുള്ളിൽ? റെഡിയല്ലേ പാടാൻ? ആയിക്കോട്ടെ. ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഐശ്വര്യക്ക് വേണ്ടി കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കേട്ടിട്ട് തിരിച്ചു വരാം.
ദിയ ഐശ്വര്യക്ക് വേണ്ടി പാടിയ പാട്ട് വളരെ നന്നായിരുന്നു. ഐശ്വര്യക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിക്കണം. ചോദിക്കുമോ? എന്തായാലും ചോദിക്കണേ. പിന്നെ വേറെ എന്തൊക്കെയാ സ്കൂളിലെ വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തൊക്കെയാ സ്കൂളിൽ? ആരൊക്കെയാ നല്ല കുട്ടികൾ, ആരൊക്കെയാ വഴക്കുണ്ടാക്കുക? എല്ലാവരും നല്ല കുട്ടികൾ. എല്ലാ ടീച്ചേഴ്സും നല്ലതാ അല്ലേ? സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സാറ്റർഡേ സൺഡേ ആണോ ഇഷ്ടം, അതോ സ്കൂളുള്ള ദിവസങ്ങളാണോ ഇഷ്ടം? സാറ്റർഡേ സൺഡേ എനിക്ക് സ്കൂളില്ല. ഇല്ല. അല്ല, ആ ദിവസമാണോ ഇഷ്ടം, അതോ സ്കൂളുള്ള ദിവസങ്ങളാണോ ഇഷ്ടം? സ്കൂളിലെ ദിവസമാണ്. സ്കൂളിൽ പോണതാ ഇഷ്ടം? അതെ. ട്യൂഷന് പോകണ്ടോ? ട്യൂഷന് പോകണ്ടോ? ഏതിനാ ട്യൂഷൻ? എല്ലാത്തിനും ട്യൂഷന് പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ വേറെ അപ്പൂപ്പനും അമ്മൂമ്മ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരൊക്കെ വേറെ സ്ഥലത്താ? ഇല്ല. വീട്ടിൽ പോവാറുണ്ടോ? അവരുടെയൊക്കെ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോവാറുണ്ടോ? സ്കൂൾ പൂട്ടുമ്പോൾ എല്ലായിടത്തും പോകാറുണ്ട് അല്ലേ? കറങ്ങാനൊക്കെ കൊണ്ടുപോകാൻ അച്ഛൻ കൊണ്ടുപോകും. അപ്പോൾ ഈ പരിപാടി എങ്ങനെയാണ് കണ്ടത്? ദിയ ടി വിയിലാണ് കണ്ടത്? ഞാൻ പാട്ടിൻ്റെ തീരം കണ്ടോ? പരസ്യം കണ്ടോ? അപ്പോൾ ആരാ പറഞ്ഞത് ഇതിൽ അയക്കാൻ? അച്ഛൻ പറഞ്ഞു ഇതിൽ നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ദിയ എന്ത് പറഞ്ഞു? റെഡി പറഞ്ഞാൽ മതി അല്ലേ? എല്ലാത്തിനും റെഡിയാണ് നമ്മൾ. അപ്പം അച്ഛനല്ലേ ഇവിടെ കൊണ്ടുവന്നത്? പാട്ടിനൊക്കെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയല്ലേ? അപ്പം അച്ഛനും അമ്മയ്ക്ക് ഒരു വലിയ താങ്ക്സ് പറഞ്ഞോളൂ. അച്ഛനമ്മയ്ക്കും താങ്ക്സ്. അപ്പം ഇനിയും ദിയയ്ക്ക് വളരെ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. നല്ലപോലെ പാട്ടൊക്കെ പഠിക്കൂ. സ്കൂളിലത്തെയും പാട്ടും വരയ്ക്കൂലോ അല്ലേ? അതും ഡ്രോയിങ് ക്ലാസ്സിന് പോകണ്ടോ? ഡ്രോയിങ് ക്ലാസ്സിന് പോകില്ല, സ്കൂളിൽ തന്നെ ഉണ്ട്. സ്കൂളിൽ പഠിപ്പിക്കും. അപ്പം നല്ലപോലെ അതും പഠിച്ച് നല്ലൊരു പാട്ടുകാരിയാവും. നല്ല സ്റ്റേജിൽ പാടാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ആരാ കോൾ ചെയ്യണമെന്ന് നോക്കാം. ഹലോ. നമസ്കാരം. പാട്ടിൻ്റെ തീരത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? വൈഷ്ണവ്. വൈഷ്ണവ് എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാ? വണ്ടൂര്. ദിയക്കുട്ടിയെ അറിയോ? അനിയത്തിയാണോ? ആഹാ. ദിയെ പറ്റി എന്താ അഭിപ്രായം? നല്ല കുട്ടിയാണ് അല്ലേ? പാട്ടൊക്കെ ഇഷ്ടമാണോ ദിയയുടെ? നന്നായിട്ട് പാടും. വൈഷ്ണവ് ഏത് ക്ലാസ്സിലാ? 6-ല്. 4-ല്. ആഹാ. വൈഷ്ണവ് ദിയ ഇപ്പൊ വൈഷ്ണവിന് വേണ്ടി ഏത് പാട്ടാ പാടേണ്ടത്? ഏനുണ്ടോടി. റെഡിയാണോ പാടാൻ? ദിയ പാടാൻ റെഡിയാണെന്ന് പറയണു. ഓക്കെ. അപ്പൊ എന്തായാലും ദിയക്കുട്ടി പാടിത്തരും. ഓക്കെ, ബൈ. വൈഷ്ണവ് ബ്രദറാണ് അല്ലേ? ബ്രദർ എന്ന് പറയുമ്പോ അതല്ല, ആരാ? അമ്മയുടെ ചേച്ചിയുടെ മോനാണോ, അത് അച്ഛൻ്റെ ആരെങ്കിലും ആണോ? അമ്മയുടെ ചേച്ചിയുടെ മോൻ. അപ്പോൾ വൈഷ്ണവ് പറയണത് ദിയ കുട്ടി നല്ല കുട്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ വൈഷ്ണവിന് വേണ്ടി നല്ലൊരു പാട്ട് പാടാം അല്ലേ? ഏനുണ്ടോടി. ഇഷ്ടമാണോ ഈ പാട്ട്? ആരാ പാടിയെന്നറിയോ? ആരാ? സിത്താര. ഏത് സിനിമയിലാണെന്നറിയോ? അറിയില്ല. സെല്യൂലോ ആയിട്ട്. ഓക്കെ. അപ്പം നമുക്ക് പാടാം അല്ലേ? അപ്പോൾ ദിയ കുട്ടിയുടെ ഏനുണ്ടോടി കേട്ടിട്ട് തിരിച്ചു വരാം.
ഏനുണ്ടോടി വളരെ നന്നായി പാടി. ഓക്കെ, വൈഷ്ണവന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ദിയക്കുട്ടി ഇനി നല്ലപോലെ പാട്ടൊക്കെ പഠിച്ച് നല്ല വലിയ കുട്ടിയായി നല്ലൊരു സിംഗറാവും, നല്ലൊരു ചിത്രകാരിയാവും, എല്ലാം ഇഷ്ടമുള്ള എല്ലാം ആവാൻ പറ്റട്ടെ. ഓക്കെ, കേരള വിഷൻ്റെ വക ഒരു മൊമെൻറ്റോ ദിയക്ക്. ഓക്കെ, കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വെക്കണം. മാവു വേണം, വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. സുന്ദരനാണ് വരുന്നതെങ്കിൽ സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിത്തിരി എഴുതേണം. കാപ്പു വേണം, കാൽത്തള വേണം, കസവിൻ തട്ടം മേലിടണം. വയസ്സനാണ് വരുന്നതെങ്കിൽ വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേം ചോറും നൽകണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഋതുദേവതയായി നൃത്തം വച്ചു, മുനി കന്യകയായി പൂജിച്ചു,
കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ കുന്നിറങ്ങി കൂടെ വരും കുളിർ വെണ്ണിലാവേ കുന്നി മണിച്ചെപ്പിൽ നീ കളവം തായോ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ ഇത്തിരി പൂവേവാ പൊട്ട് കുത്താൻ വാവാ ഇളനീർ കുളിരു കൊഞ്ചലായി വാ ഇത്തിരി പൂവേവാ പൊട്ട് കുത്താൻ വാവാ ഇളനീർ കുളിരു കൊഞ്ചലായി വാ കണ്ണിറേ പൂമോളും ഉണ്ണി പൂങ്കിനാവോ കണ്ണിറേ പൂമോളും ഉണ്ണി പൂങ്കിനാവോ ചുണ്ടിലെ പുഞ്ചിരി പൂവായോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ ഏനേനോ നേനേനോ ഏനോ നേനോ ഏനേനോ ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ട് തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ മാവളം കിളി കാതിലിൽ ചൊല്ലണേ കണ്ണിലിത്തിരി കൺമഷി വേണ്ടേന്നേ പൂമ്പിളിൽ പൂമണവുമായെത്താണേ കാറ്റേ മോളണ് കരിവള വേണ്ടേന്ന് എന്തിനാവോ ഏതിനാവോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ കൊച്ചു കൂട്ടുകാരിയുടെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ഇനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പാർട്ടിസിപ്പൻറ്റുമായി ഞാനിവിടെ എത്തിയിരിക്കും. ശുഭരാത്രി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിന്ധു ഫാർമസി ബദാം ലേഹ്യം. ആരോഗ്യമുള്ള ജീവിതത്തിന് ആയുർവേദത്തിന്റെ പരിരക്ഷ.